ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മലയാളി ഫ്രം തൃശൂർ. എമ്പുരാൻ റിലീസായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ നാട്ടില് ദൈവത്തിന്റെ സ്വന്തം നാടായ 100% സാക്ഷരരുള്ള ഈ കൊച്ചു കേരളത്തിൽ ഇതൊക്കെ ചുമ്മാ ഒരു ഭംഗിക്ക് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് സ്വയം പൊക്കലാണെന്ന് നമ്മൾ തന്നെ ഈസിയായി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള തെളിവാണല്ലോ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഗലീലിയോന്റെ കാർട്ടൂണും അതുപോലെ തന്നെ കടമ്മനിട്ടയുടെ പഴയ ക്യാ എന്ന് പറയുന്ന കവിതയും ഒക്കെ. ഈ വിവാദങ്ങളൊക്കെ നല്ല അട്ടയ്ക്ക് പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അടുത്ത് കണ്ട OTT റിലീസായ ഒരു ബോളിവുഡ് മൂവിയാണ് ഓർമ്മ വരുന്നത്, മഹാരാജ്. 2024 ജൂൺ 14 റിലീസ് ചെയ്യാനായിട്ട് ആദ്യം തീരുമാനിച്ചിരുന്ന ചിത്രം പുഷ്ടി മാർഗ സമ്പ്രദായ എന്ന് പറയുന്ന ഒരു വൈഷ്ണവൈറ്റ് സെക്ട് ആണ്. ഈ ഹിന്ദു വിഭാഗം അവർക്കെതിരെ ഈ ചിത്രം അക്രമത്തിന് പ്രേരിപ്പിക്കും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഗുജറാത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് ഹൈക്കോടതി തന്നെ ചിത്രത്തിന്റെ റിലീസ് സ്റ്റേ ചെയ്തു. ഒടുവില് 2024 ജൂൺ 21 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യാണ് ഉണ്ടായത്. 1862 മഹാരാജ് ലിബൽ കേസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചലച്ചിത്രമാണിത്. സിദ്ധാർത്ഥ് പി മൽഹോത്രയാണ് സംവിധാനം. ചങ്ങാതി ഈ ഒരു ചിത്രം ഉൾപ്പെടെ 3 ചിത്രങ്ങളെ സംവിധാനം ചെയ്തിട്ടുള്ളൂ എങ്കിലും 3 ചിത്രങ്ങളിലും കൈകാര്യം ചെയ്ത വിഷയങ്ങളിലെ ആ ഒരു വ്യത്യസ്തത എടുത്തു പറയേണ്ടതാണ്. എന്റെ ഫേവറേറ്റ് 2018 റിലീസായ റാണി മുഖർജി നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഹിച്കി എന്ന മൂവിയാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് ടു മഹാരാജ്. ചിത്രത്തിലെ നായകൻ ആമിർ ഖാന്റെ മകനായിട്ടുള്ള ജുനൈദ് ഖാൻ ആണ്. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമാണിത്. ഞാൻ ഈ ചിത്രം കാണാൻ കാരണം അതിലെ വില്ലൻ കഥാപാത്രമായി അഭിനയിക്കുന്ന ജയ്ദീപ് അഹ്ലാവത് ആണ്. അതുകൊണ്ട് മാത്രമാണ് കണ്ടത്. പാതാൾ ലോക് സീരീസ് കാണുന്ന ഫാൻസിനെല്ലാം ചങ്ങാതിനെ അറിയായിരിക്കും. തെരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഈ ചങ്ങാതി പക്ഷെ ഈ ചിത്രത്തിൽ നിരാശപ്പെടുത്തി കളഞ്ഞു. വില്ലനിസം ആ ഒരു പീക്കിൽ എത്തിയിട്ടില്ല. വിജയ് ദേവ്കൊണ്ടയുടെ അർജുൻ റെഡ്ഡിയിലെ നായികയുണ്ടല്ലോ ശാലിനി പാണ്ഡെ, അവരൊക്കെ ഈ ചിത്രത്തിലുണ്ട്. തിരക്കഥ ഗംഭീര തിരക്കഥ. ഓരോ സെന്റൻസും നമുക്ക് എഴുതി വെക്കാൻ തോന്നും. ഒരു മതപരമായിട്ടുള്ള ചൂഷണത്തിന്റെയും സാമൂഹിക പരിഷ്കരണത്തിനായുള്ള പോരാട്ടത്തിന്റെ ഒക്കെ പ്രമേയങ്ങളാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. സമൂഹത്തിൽ ഇപ്പോഴും പ്രസക്തമായ നിരവധി വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശുകയും ചെയ്യുന്നുണ്ട് ഈ ചിത്രം. കുറെ ഫ്ലോസ് ഒക്കെ ഉണ്ട്, കാരണം നമ്മൾ എന്നും സിനിമകൾ കമ്പയർ ചെയ്യും. പക്ഷെ ഇന്ന് ഇത്രയും വിവാദങ്ങൾ എമ്പുരാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വിവാദങ്ങൾക്ക് പുറകിൽ നമ്മളാണെങ്കിൽ ഇത് ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമ്മളിതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഈ ചിത്രത്തിലെ, അതായത് ഈ മഹാരാജ് എന്ന ചിത്രത്തിലെ JJ എന്ന കഥാപാത്രത്തിന് റാൺമൂളികളായി നിൽക്കുന്ന ചരൺ സേവ എന്ന പ്രവർത്തിക്ക് തങ്ങളുടെ മകളെയും സഹോദരിയെയും ഒക്കെ മതത്തിന്റെ പേരിൽ ഹവേലിയിലേക്ക് അയക്കുന്ന ആ സോ കോൾഡ് ദ ഡിവോട്ട് JJ ഫോളോവേഴ്സ് കമ്മ്യൂണിറ്റി തന്നെയാണ് ഇപ്പോഴും. അപ്പോ ചിത്രം കണ്ടു നോക്കി അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, മലയാളി ഫ്രം തൃശൂർ. Bye for now.